അഭിവന്യ ഡെന്നീസ് പിതാവേ, സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, ഈശോയിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, സ്വർഗപ്രവേശനത്തിൻ്റെ 69ാം വാർഷിക അവസരത്തിൽ ധന്യയായ സിസ്റ്റർ സെലിൻ്റെ മാധ്യസ്ഥ്യം വഴി ദൈവത്തിൻ്റെ കൃപാവര സമൃദ്ധി നമ്മളെല്ലാവരിലേക്കും കുളിർമഴ പോലെ പെയ്തിറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹവിരുന്നിൽ മണവാളനോടുമൊത്ത് ആഘോഷത്തിൽ പ്രവേശിച്ച കന്യകയാണ് ധന്യയായ സിസ്റ്റർ സെലിൻ. നമ്മുടെയും ജീവിതം എപ്രകാരം ഒരു ആഘോഷമാക്കി മാറ്റാം എന്നുള്ള ഒരു കുറുക്കു വഴി അവൾ നമുക്ക് കാണിച്ചു തരുന്നു. തൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്കൊരു കെടാവിളക്ക് പോലെ സിസ്റ്റർ സെലിൻ കത്തിച്ചു വച്ചിരിക്കുന്നു. ഒരു സ്കോട്ടിഷ് കവിയായ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്, ദ ലാമ്പ് ലൈറ്റർ, വിളക്ക് കൊളുത്തുന്നവൻ, ദ ലാമ്പ് ലൈറ്റർ. പ്രത്യേകിച്ച് ഒരു കാലത്ത് ഇന്നുള്ളതുപോലെ നമ്മുടെ വഴികളിൽ വൈദ്യുത വിളക്കുകളൊന്നുമില്ലാതിരുന്ന കാലത്ത് യാത്രികർക്ക് എന്നും ആശ്വാസവും അനുഗ്രഹവുമായിരുന്നത് ഇങ്ങനെ കണ്ണാടി കൂടുകളിൽ കാറ്റിലുലയാതെ കെടാതെ കത്തിച്ചു വച്ചിരിക്കുന്ന എണ്ണവിളക്കുകളായിരുന്നു. ഏതാണ്ട് തയ്യാറായപ്പോൾ ആകാശത്ത് നിന്ന് ആദിത്യൻ മാറി മറഞ്ഞപ്പോൾ ഏണിയും വിളക്കുമായിതാ ലാറി വന്നെത്തി പാതയോരങ്ങളിൽ വെളിച്ചം പകരാൻ. ഈ കവിതയുടെ അവസാനത്തെ വരികൾ ഇപ്രകാരമാണ്: ഫോർ വി ആർ വെരി ലക്കി വിത്ത് എ ലാമ്പ് ബിഫോർ ദ ഡോർ, and oh, before you hurry by with ladder and with light, oh Larry, see the little child and note to him tonight. അതായത് എൻ്റെ പടിവാതിക്കലിൽ മുന്നിലൊരു വെട്ടമുള്ളത് എന്തു ഭാഗ്യം, ലെറി വന്നെത്തുന്നു, ഇതുപോലെ വേറെ വിളക്കുകളും കൊളുത്തുവാൻ. ഈ കുഞ്ഞിനെ ഒന്ന് നോക്കി ഈ രാത്രിയിൽ നിന്റെ തലയൊന്ന് മെല്ലെ ആട്ടണമേ. വി ആർ ലക്കി വിത്ത് എ ലാമ്പ് ബിഫോർ ദ ഡോർ. യഥാർത്ഥത്തിൽ നാം എത്രയോ ഭാഗ്യമുള്ളവരാണ്. നമുക്ക് തൊട്ടു മുൻപേ ഇതാ ഒരു സെലിൻ വിളക്ക് കൊളുത്തിക്കൊണ്ട് നമ്മുടെ പാതയോരങ്ങൾ പ്രകാശമാക്കുമോ. ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ കത്തിച്ച കൈത്തിരിയുമായി കണ്ണിമയ്ക്കാതെ കാത്തിരുന്ന കന്യകയായിരുന്നു ധന്യയായ സിസ്റ്റർ മേരി സെലിൻ കണ്ണനായിക്കൽ. അവൾ പറഞ്ഞത് ഇപ്രകാരമാണ്: ഐ വാണ്ട് ടു ബി എ ഫ്ലെയിം ഓഫ് ദി ഓൾട്ടർ ലാമ്പ്, ടു ബി ഓൾവേസ് ഗ്ലോയിങ് ഫോർ ജീസസ്. കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി സക്രാരിക്ക് മുൻപിൽ ശോഭയോടെ ജ്വലിച്ചു നിൽക്കുവാൻ, ഒരു കിടാവിളക്കായിരിക്കുവാനാണ് എൻ്റെ ആഗ്രഹം. ഐ വാണ്ട് ടു ബി എ ഫ്ലെയിം ഓഫ് ഓൾട്ടർ ലാമ്പ്. സക്രാരിക്ക് മുൻപിലുള്ള ഒരു തിരിനാളമായി ഞാനിങ്ങനെ ജ്വലിച്ചു നിൽക്കണം. യഥാർത്ഥത്തിൽ കത്തിച്ച ദീപവുമായാണ് അവൾ കാത്തിരുന്നത്, ജാഗരൂകതയോടെ. വിവാഹ വസ്ത്രങ്ങളുമായി അവൾ ഇങ്ങനെ കാത്തിരുന്നു തൻ്റെ ദിവ്യ മണവാളന്. ആ ഹ്രസ്വ ജീവിതം കൊണ്ട് തന്നെ ആ വിവാഹ വിരുന്നിൻ്റെ ആഘോഷത്തിൽ ഇതാ അവൾ പ്രവേശിച്ചിരിക്കുന്നു. നമുക്ക് മാതൃകയായി, നമുക്ക് വെല്ലുവിളിയായി.
നമ്മുടെ മുൻപിൽ അവൾ വലിയ ഒരു വിളക്കാണ്, ആശ്വാസത്തിൻ്റെ കെടാത്ത കെടാവിളക്ക്. ഓ മരിയ സെലിൻ, സീ എ ലിറ്റിൽ ചൈൽഡ് ആൻഡ് നോട്ട് ടു മീ ഹിയർ ടുഡേ എന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അതായത് സിസ്റ്റർ മരിയ സെലിൻ ഞങ്ങളെയും, ഈ കുഞ്ഞുങ്ങളായ ഞങ്ങളെയും ഒന്ന് നോക്കി ചെറുതായി ഒന്ന് തലയാട്ടണമേ. നിത്യമണവാളന്റെ വിവാഹ വിരുന്നിലേക്ക്, ആ ആഘോഷത്തിലേക്ക് ഞങ്ങളും പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് വഴിവിളക്കായി തീരണമേ, ഒരു കെടാവിളക്കായി ജ്വലിക്കണമേ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, അവൾ തെളിച്ച ആ പാതയിലൂടെ, ആ വഴിവിളക്ക് നോക്കി നമുക്കും ജീവിതയാത്രയിൽ മുന്നേറാം. ഏണിയും വിളക്കുമായി, എണ്ണകൾ കുപ്പിയുമായി ഇതാ സെലിൻ നമ്മുടെ മുന്നേ. ഈ ഒരു സഹോദരി ഈ ഒരു പ്രദേശത്ത് നമ്മെപ്പോലെ ജീവിച്ച അവൾ നമുക്ക് മാതൃകയായി നമ്മുടെ മുന്നിലുണ്ട്. രണ്ട് പ്രത്യേകതകളാണ് ധന്യയായ സിസ്റ്റർ സെലിൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അവളുടെ ജീവിതത്തിൽ കുരിശുകൾ കൃപകളാക്കി മാറ്റി. തൻ്റെ ജീവിതത്തിൽ നിരന്തരമായി കടന്നു വന്ന സഹനങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും പ്രക്ഷുബ്ധമായ അവസ്ഥകളുമെല്ലാം ആ കർത്താവിൻ്റെ കുരിശിൽ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ വേദനകളും നൊമ്പരങ്ങളും കുരിശുകളുമെല്ലാം കൃപയാക്കി മാറ്റിയ മാതൃക നമുക്ക് പ്രചോദനമാണ്. അതോടൊപ്പം തന്നെ ആ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി, ഓരോ വിശുദ്ധ ബലിയിലും അവൾ പങ്കെടുത്തപ്പോൾ, ദിവ്യകാരുണ്യ സന്നിധിയിൽ, ധ്യാനത്തിൽ, ആരാധനയിൽ അവൾ അവൾ ഇങ്ങനെ കാത്തിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ അവളുടെ വിശ്വാസം ഒരു കെടാവിളക്ക് പോലെ ഇങ്ങനെ കത്തി നിന്നു. നമ്മുടെയും ജീവിതം ജാഗരൂകതയോടുകൂടെ, എണ്ണ പറ്റാതെ, കണ്ണിമിക്കാതെ കാത്തിരിക്കുവാനുള്ള ഒരു മാതൃക അവൾ പകർന്നു തരുന്നു. വിശുദ്ധിയുടെ ധന്യമായ ഒരു വിളക്കായി സിസ്റ്റർ സെലിൻ നമ്മുടെ മുന്നിൽ എപ്പോഴുമുണ്ട്. വളരെ ചെറിയ ഒരു കാലഘട്ടമാണ് അവൾ ഈ മണ്ണിൽ ജീവിച്ചത്. എന്നാൽ സ്വർഗം സ്വന്തമാക്കിയ വലിയ സമർപ്പണത്തിൻ്റെ മാതൃക അവൾ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. തൻ്റെ ജീവിതത്തിലെ വേദനകളുടെയും വിങ്ങലിൻ്റെയും തോരാമഴയിൽ എന്നും ഇങ്ങനെ കുളിച്ചു നിന്നിരുന്നു സിസ്റ്റർ സെലിൻ. പക്ഷേ അതിനപ്പുറം തന്നെ താങ്ങുന്ന, തലോടുന്ന ആ ക്രിസ്തുവിലായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണം. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ്റെ വാക്കുകൾ നാം ശ്രദ്ധിക്കണം. അദ്ദേഹം ഒരിക്കൽ ഒരു റേഡിയോ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഇതാണ്: ക്രോസ് ഈസ് എ പ്രോബ്ലം, ബട്ട് ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നതരമാണ്, പക്ഷേ ക്രൂശിതനായ ക്രിസ്തുവാണ് നമ്മുടെ എല്ലാ കുരിശുകൾക്കും ഉത്തരം. ഇന്ന് നാം വിശുദ്ധ യാക്കോസ്ലീഹായുടെ തിരുനാൾ കൂടെ ആഘോഷിക്കുകയാണ് ആഗോള സഭാതലത്തിൽ. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇതാണ്: കർത്താവിൻ്റെ ചോദ്യം, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് കഴിയും എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോൺ മറുപടി പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. രൂപാന്തരീകരണത്തിൻ്റെ നിമിഷങ്ങളിലും അതോടൊപ്പം തന്നെ ഗത്സേമിലെ ആ വേദനയിലും ഒക്കെ ക്രിസ്തുവിനോടൊപ്പം, അങ്ങനെ മഹത്വത്തിൻ്റെ അനുഭവത്തിലും ഏറ്റവും വലിയ സഹനത്തിൻ്റെ നിമിഷങ്ങളിലും കർത്താവിൻ്റെ കൂടെ ചാരെ നിന്നിരുന്നു ഈ അരുമ ശിഷ്യന്മാർ. വിശുദ്ധ ജെയിംസ് രക്തസാക്ഷിയായ പ്രഥമ അപ്പോസ്തലനാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ആ സഹനങ്ങൾ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ സ്വർഗത്തിൻ്റെ സമ്മാനവും നമ്മുടേതായി മാറുക. സഹനത്തിൻ്റെ ഈ പാനപാത്രം സിസ്റ്റർ സെലിൻ ഏറ്റുവാങ്ങിയപ്പോൾ അത് സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചപ്പോൾ അവൾ സാവധാനം സ്വർഗത്തിൻ്റെ
സമ്മാനം കൂടെ സ്വന്തമാക്കുകയായിരുന്നു. അവൾക്ക് എന്നും മാതൃകയായി പ്രചോദനമായി മറ്റൊരു വിശുദ്ധയുണ്ടായിരുന്നു. അവളെപ്പോലെ തന്നെ സഹനങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ കടന്നുപോയ, ബാല്യകാലത്തിൽ തൊട്ടാവാടി എന്ന് വിളിച്ചിരുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ. കർത്താവിൻ്റെ കയ്യിൽ ഒരു കളിപ്പന്തായിട്ടാണ് തൻ്റെ ജീവിതം എന്നും അവൾ ഓർത്തത്. കാരണം ഇങ്ങനെ പന്തിനെ പോലെ തട്ടി തട്ടി സഹനങ്ങളിലൂടെയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും ജീവിതം. ആ കൊച്ചു ത്രേസ്യ തന്നെയാണ് എപ്പോഴും അവൾക്ക് മാതൃകയും പ്രചോദനവുമായിരുന്നത്. വിശുദ്ധനായ പോളികാർപ്പ് സ്മരണയിലെ ബിഷപ്പായിരുന്നു അദ്ദേഹം തൻ്റെ ആ സഹനത്തിൻ്റെ തീച്ചുളയിൽ ആ അവസാന നിമിഷം പ്രാർത്ഥിച്ചത് പ്രകാരമാണ്: ഐ ബ്ലെസ് യു ഓ ഫാദർ ഫോർ ജഡ്ജിങ് മീ വർതി ഓഫ് ദിസ് ഡേ, ദിസ് അവർ, so that in the company of the martyrs I may share the cup of Christ. May I be received among the martyrs as a pleasing sacrifice. ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, ഈ സഹനത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാൻ എന്നെ അനുവദിച്ചതിനെ ഓർത്ത്. ഞാൻ ഈ നിമിഷത്തെ ഓർത്ത്, ഈ സഹനത്തിൻ്റെ ഈ ദിവസത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അതുകൊണ്ട് ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, so that I in the company of the martyrs I may share the cup of Christ as a pleasing sacrifice. അങ്ങേക്ക് ഏറ്റവും സ്വീകാര്യമായ ഒരു ബലിയായി എൻ്റെ ജീവിതവും സ്വീകരിക്കണമേ എന്നാണ് വിശുദ്ധ പോളികാർപ്പ് അപേക്ഷിച്ചതും പ്രാർത്ഥിച്ചതും കൊതിച്ചതും ആഗ്രഹിച്ചതും. 1957 ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് തനിക്ക് പ്രത്യേകമായ ഒരു ദർശനമുണ്ടാകുമെന്ന് ഈ സഹനത്തിൻ്റെ സഹയാത്രികയായിരുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യ വഴി അവൾക്ക് ഒരു ദർശനമുണ്ടായത്, സിസ്റ്റർ സെലിന്. അങ്ങനെ കുമ്പസാരി ചുരുങ്ങി പരിശുദ്ധമായ ഒരു പനിനീർപ്പൂ പോലുള്ള ഹൃദയവുമായിട്ട് ഈ കപ്പേളയുടെ പിന്നിലുള്ള ആ കടൽ തീരത്തിന് ഇപ്പുറത്തുള്ള ആ കാറ്റാടി മരത്തിൻ്റെ അവിടെ പോയി അവൾ ആ പരുപരുത്ത പാറക്കെട്ടിൽ ചരലും കല്ലുകളും നിറഞ്ഞ ആ സ്ഥലത്ത് അവളിങ്ങനെ മുട്ടിന്മേൽ നിന്നു. അവൾ യഥാർത്ഥത്തിൽ ദർശിച്ചത് ക്രിസ്തുവിനെയാണ്. സഹനത്തിലൂടെ മുൾമുടി ധരിച്ച ആ ക്രിസ്തുവിൻ്റെ ശിരസ്സും നിണമണിഞ്ഞ ആ മുഖവും. അങ്ങനെ ആ ക്രിസ്തുവിൻ്റെ സഹനത്തോടു കൂടിയാണ് അവളുടെ സഹനങ്ങൾ ചേർത്ത് വച്ചതും അങ്ങനെ ആ സഹനത്തിലൂടെ സ്വർഗം സ്വന്തമാക്കിയതും. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ സഹനങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, തീരാത്ത വേദനകളും രോഗങ്ങളും ഒക്കെ വരുമ്പോഴും സിസ്റ്റർ സെലിൻ ഒരു കെടാവിളക്ക് പോലെ നമുക്ക് വഴികാട്ടിത്തരുന്നത് ഇതാണ്: ഈ സങ്കടങ്ങളുടെ അവസരത്തിലും ഞാൻ ക്രിസ്തുവിൻ്റെ കുരിശിനോട് എൻ്റെ സങ്കടങ്ങൾ ചേർത്തുകൊണ്ട് കരുത്ത് സ്വന്തമാക്കാനാകുമോ? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം, ഏറ്റവും കരണീയമായ കാര്യം. നമുക്ക് ഈ സോദരിയുടെ ആ പാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും വേദനകളുടെയും വിങ്ങലുകളുടെയും അവസരത്തിൽ അങ്ങയുടെ കുരിശിലേക്ക് ചേർന്ന് നിൽക്കുവാൻ, അങ്ങനെ കരുത്തു സ്വന്തമാക്കാൻ കൃപയേകണമേ. ധന്യയായ സിസ്റ്റർ സെലിൻ ഇങ്ങനെ ആഗ്രഹിച്ചത് ഇതാണ്: ഐ വാണ്ട് ടു ബി എ ഫ്ലെയിം ഓഫ് ദി ഓൾട്ടർ ലാമ്പ്, ടു ബി ഓൾവേസ് ഗ്ലോയിങ് ഫോർ ജീസസ്. ക്രിസ്തുവിനെ ഇവിടെ എപ്പോഴും ജ്വലിക്കുന്ന ആ സക്രാരിയുടെ മുൻപിലുള്ള ആ ഒരു കെടാവിളക്കായി തീരാൻ. വിശുദ്ധ കൊച്ചു ത്രേസ്യ ഒരിക്കൽ പറഞ്ഞു: നിങ്ങൾക്കായി സ്വർഗത്തിൽ നിന്ന് ഞാൻ റോസാപ്പൂക്കൾ വർഷിക്കും. ഇതേപോലെ തന്നെ ഈ ആശ്വാസത്തിൻ്റെ റോസാപ്പൂക്കൾ സിസ്റ്റർ സെലിൻ്റെ മാധ്യസ്ഥം വഴി നമുക്കും ലഭിക്കട്ടെ. അവളുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ ഇങ്ങനെ എരിഞ്ഞു തീരുന്ന എന്നാൽ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു കെടാവിളക്ക് പോലെ ആ ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ അവളിങ്ങനെ ആരാധനയിൽ അടയിരുന്നു. അത് അവൾക്ക് വലിയൊരു ചൂടും ആശ്വാസവും പകർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ വിശുദ്ധ ബലിയിലും ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തെ എന്നും അനുഗ്രഹിക്കും, ശക്തിപ്പെടുത്തും. അതോടൊപ്പം തന്നെ നാം ആ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ
ആരാധനയിൽ ആയിരിക്കുമ്പോൾ ആ സ്തുതികീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വർഗത്തിൻ്റെ സ്വന്തമാക്കാനുള്ള കൃപയിൽ നിലനിർത്തും. സിസ്റ്റർ സെലിൻ നമുക്ക് നൽകുന്ന വലിയ മാതൃകയും വെല്ലുവിളിയും ഇതാണ്. ജീവിതത്തിൻ്റെ കുരിശുകളുടെ നിമിഷത്തിൽ ആ ക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നാം നോക്കുക. ആ കുരിശിന് തരാൻ പറ്റാത്ത എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു സങ്കടവും നമ്മുടെ ജീവിതത്തിലില്ല. അതേപോലെ തന്നെ ജീവിതത്തിൽ എന്നും ആശ്വാസത്തിനും അനുഗ്രഹത്തിനുമായി പരിശുദ്ധ ദിവ്യകാരുണ്യം നമുക്ക് എന്നും കൃപയും ആശ്വാസവുമായിരിക്കട്ടെ. ഭക്തിയോടുകൂടെ പരിപൂർണമായ വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് കർത്താവെ, ആ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഈ സഹോദരി സിസ്റ്റർ സെലിൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതുപോലെ ഞങ്ങൾക്കും പകർന്നു തരണമേ. കർത്താവ്, അവിടുത്തെ കുരിശിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിലെ കുരിശുകളെ കരുത്തായി മാറ്റാൻ വരമേകണമേ. പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഈ ഒരു നല്ല ദിനത്തിൻ്റെ ധന്യതയാർന്ന ഈ ആഘോഷത്തിൻ്റെ എല്ലാ കൃപകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.